മലപ്പുറം തിരൂരങ്ങാടിയിൽ ഉടമ അറിയാതെ വാഹനം വിൽക്കാൻ RTO സൗകര്യം ചെയ്തതായി പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം. വാഹനം ഉടമ അറിയാതെ തന്നെ വേറെ ആളുകൾക്ക് RC ഉണ്ടാക്കി കൊടുക്കണം. ഏകദേശം 15ഓളം വാഹനങ്ങളുടെ RC ആണ് വ്യാജമായി നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഒരേ വാഹനത്തിന് ഒറിജിനൽ എന്ന് പറയുന്ന രീതിയിൽ തന്നെ 2 RC, 2 ഉടമയുടെ പേരിൽ RC. പലപ്പോഴും അതേപോലെ തന്നെ സാധാരണഗതിയിൽ RC ചേഞ്ച് ആക്കുമ്പോൾ OTP പോകാറുണ്ട്. കാരണം നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് വരാറുണ്ട്. അതൊക്കെ ഓഫീസിൽ നിന്നും ഇടപെട്ട് നമ്പർ ചേഞ്ചാക്കി വളരെ ഇതിൻ്റെ പിന്നിൽ വലിയ ലോബി തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്കൊക്കെ സംശയം. ഈ പെട്ടെന്നുള്ള സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ RC ഈട് കണ്ടൊക്കെ ലോൺ എടുക്കാറുണ്ട്. അത്തരം സംഭവങ്ങൾക്കൊക്കെ ഈ RC ഇതുപോലെ വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞത്. വ്യാജന്മാരുടെ ഒരു കേന്ദ്രമായി ഈ RTO ഓഫീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്? എന്താണ് യൂത്ത് ലീഗ് പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ? വേണു, നിലവിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ തിരൂരങ്ങാടി സബ് RTO ഓഫീസിലേക്ക് എത്തി ഇവിടെ ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ജോയിന്റ് RTO സക്രിയയെ നിലവിൽ ഈ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ഓഫീസ് പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ടാണ് പ്രവർത്തകർ സമരം ആരംഭിച്ചിരിക്കുന്നത്. തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് നിലവിൽ പ്രതിഷേധ സമരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുന്നെയാണ് സമരം ആരംഭിച്ചത്. പോലീസിനെയും മറ്റുള്ളവരെ അറിയിക്കാതെ അപ്രതീക്ഷിതമായാണ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തി സമരം ആരംഭിച്ചതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ ഏതാനും ദിവസമായി തിരൂരങ്ങാടി RTO ഓഫീസ് കേന്ദ്രീകരിച്ച് ചില പരാതികൾ ഉണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് ഈ ചില വാഹനങ്ങൾക്ക് സ്വാഭാവികമായും എടുക്കുന്ന സമയത്ത് ഫിനാൻസ് ഉണ്ടാകും. ഇത്തരത്തിൽ ഫിനാൻസിൽ അടവ് തെറ്റി നൽകൽ, തിരിച്ചടവ് മുടങ്ങുന്ന വാഹനങ്ങൾ സ്വാഭാവികമായും ഈ ഫിനാൻസ് ഏജന്റുമാർ അത് പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് RC ഉടമയുടെ പേരിലുള്ള RC മറ്റൊരു ഉടമയുടെ പേരിലേക്ക് മാറ്റി നൽകുന്നതിന് വേണ്ടി തിരൂരങ്ങാടി RTO ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജമായ ചില പ്രവർത്തികൾ നടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് RC മാറ്റുന്ന സമയത്ത് OTP യഥാർത്ഥ ഉടമയുടെ ഫോണിലേക്ക് വരും. അങ്ങനെ യഥാർത്ഥ ഉടമയുടെ ഫോണിലേക്ക് OTP വരാതിരിക്കാൻ ഇവർ വ്യാജമായി തിരൂരങ്ങാടി RTO ഓഫീസിൽ നിന്നും മറ്റൊരു നമ്പർ വ്യാജമായി തിരികെ കയറ്റിക്കൊണ്ട് ഉടമയ്ക്ക് OTP വരാതെ ഇത് രജിസ്ട്രേഷൻ മാറ്റി നൽകുന്നു എന്നുള്ള പരാതിയായി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിലവിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇവിടെ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി പോലീസ് എത്തിയിരിക്കുകയാണ്. തിരൂരങ്ങാടി പോലീസാണ് നിലവിൽ ഇവിടെ എത്തി പ്രവർത്തകരുമായി ഒന്നും തള്ളലും ഏർപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്നത് ഈ കുറ്റക്കാരെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ സമരമായി പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് നിലവിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പറയുന്നത്. ഇത്തരത്തിൽ സമാനമായ പരാതി നേരത്തെ മലപ്പുറം RTO ഓഫീസ് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അന്ന് മലപ്പുറം RTO ഓഫീസിൽ ചില ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു അന്ന് നടപടി എടുത്തിരുന്നത്. സമാനമായ വിഷയം തന്നെയാണ് തിരൂരങ്ങാടിയിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമരമായി എത്തുകയും നിലവിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. വേണോ? ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.